ഹായ് ഓൾ, ജെയ്മിൻസ് 2025ന്റെയും ജെ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ മെയിൻസിന് വേണ്ടിയുള്ള പഠിത്തത്തിലായിരിക്കും. 2024 എക്സാമിന് ശേഷം 2025 ഇതേപോലെ തന്നെ പാറ്റേണിലൊന്നും മാറ്റമൊന്നുമില്ല. ജാനുവരി ഏപ്രിൽ ബേസിൽ തന്നെ ആയിരിക്കും പരീക്ഷകൾ ഉണ്ടാവുക. അവിടെ തന്നെ ഷിഫ്റ്റ് ബേസിലൊക്കെ ആയിരിക്കും. അപ്പം ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ, അപ്പം നിങ്ങൾക്ക് അറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ഫിസിക്സും കെമിസ്ട്രി മാക്സിമം സ്കോർ ചെയ്താൽ മാത്സ് നിങ്ങൾക്ക് അറിയാവുന്ന അത്ര എഴുതിയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സീനിയേഴ്സോ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ അഡ്മിഷൻ കിട്ടിയവരൊക്കെ ചിലപ്പോൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും സ്ട്രാറ്റജി അത് നിങ്ങളുടെ ഇതനുസരിച്ചാണ്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചാണ്. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കാണും. അതുകൊണ്ട് ആ കോൺഫിഡൻ്റ് സബ്ജക്റ്റുകളെ ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പം മാത്സ് ഒരുപാട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 2 സബ്ജക്റ്റുകളാണ് ഫിസിക്സും കെമിസ്ട്രി. സോ അതിൽ തന്നെ ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഇലക്ട്രോണിക്സ് വരെയാണ് ശരിക്കും നമ്മുടെ ഫിസിക്സിന്റെ ഫുൾ ഇത് കിടക്കുന്നത്. സോ അതിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ വെയിറ്റേജ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ള ഡൗട്ട് ശരിക്കും എന്തായാലും ഉണ്ടായിരിക്കും. ശരിക്കും ഒരു JEE ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ശരിക്കും ഒരു 2016 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായി സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് JEEക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സൈലം ആണെങ്കിലും അതിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുണ്ട്. ഇനി അഥവാ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ വളരെയധികം, കാരണം സിൻസ് JEE ഈസ് ആൻ ഓൺലൈൻ എക്സാം ആൻഡ് ഇറ്റ്സ് എ വൈഡ്ലി പോപ്പുലർ എക്സാം ആയതുകൊണ്ട് തന്നെ വളരെയധികം അവൈലബിൾ ആണ് ശരിക്കും ഇതിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെല്ലാം. അപ്പോൾ അത് ഷിഫ്റ്റ് ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിൻസ് JEE ഈസ് ഷിഫ്റ്റ് ബേസ്, JEE ഒരു ഷിഫ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെഗ്മെന്റിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഒരു കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നത് ശരിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ എന്താണ് പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഓരോ ഷിഫ്റ്റിലും ചിലപ്പം ചാപ്റ്ററുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയും കുറഞ്ഞു വരിക്കും. എന്നാൽ പോലും there are some important chapters. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിപ്പോ ഒരു 2025 ഒരു ഷിഫ്റ്റില് ഇത്ര നമുക്കറിയാം മൊത്തം 30 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 20 ചോദ്യങ്ങൾ MCQs ആണ്, അത് കമ്പൽസറി ആണ്. ബാക്കി വരുന്ന 10 ചോദ്യങ്ങൾ 5 എണ്ണം ന്യൂമറിക്കലും ആയിരിക്കും. സോ ഇതില് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്ത് 2024 ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ +1ന്റെയും +2ന്റെയും ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. പക്ഷെ എന്നാലും there is a slight difference in their numbers. സോ ആ സ്ലൈഡ് ഡിഫറൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ +1 +2 ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയും. സോ ഇലക്ട്രോ ഡൈനാമിക്സ് ഈസ് ബേസിക്കലി നമ്മുടെ +2 സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ആണ്. സോ +2 സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും ഈ 30 ചോദ്യങ്ങൾ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, AC, EMI, ഈ 8 ചാപ്റ്ററുകളിൽ നിന്നാണ് ശരിക്കും കൂടുതലായിട്ട് ചോദ്യങ്ങൾ മെയിൻലി ഉണ്ടാവാറുള്ളത്. എന്നാൽ പോലും അത് മാത്രമല്ല ശരിക്കും നമ്മൾ നോക്കേണ്ടത്. സോ ഈ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ 8 ചാപ്റ്റേഴ്സ് പ്രോപ്പർ ആക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി ഷുഡ് ബി മെക്കാനിക്സ്. സോ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ, ഇങ്ങനെയാണ് ഒരു പ്രയോറിറ്റി ഓർഡർ നമ്മൾ ഫോം ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്, പിന്നെ മെക്കാനിക്സ് ആണ്, പിന്നെ ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ് ആണ്. അതിനുശേഷം മോഡേൺ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, മോഡേൺ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, പിന്നെ തെർമോ ഡൈനാമിക്സും അതിന്റെ പ്രോപ്പർട്ടീസുമാണ്. അതിനുശേഷമാണ് ബാക്കി വരുന്ന ഓസിലേഷൻസ്, വേവ്സ്, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പൊ ഇവിടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ഒരു കാര്യം പറഞ്ഞു തന്നെ ഞാൻ പറയാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന് മിക്ക ഷിഫ്റ്റുകളിലും 2 ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഈ പറഞ്ഞ പോലെ ശരിക്കും യൂണിറ്റ്സിൽ ഒന്നെങ്കിൽ എറർ എന്നാവാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാവാം, അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്നാവാം. അതിൽ നിന്നുള്ള ഈ 3 ഇതാണ്. സിഗ്നിഫിക്കന്റ് ഫിഗർ റെയർ ആയിട്ടാണെങ്കിലും അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന് മിക്ക ഷിഫ്റ്റുകളിലും വെയിറ്റേജ് കൂടുതലായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, മാറ്റി നിർത്തേണ്ട ചാപ്റ്റർ തന്നെയാണ്. ബാക്കിയുള്ള നോക്കിയാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ചാപ്റ്റേഴ്സിൽ നിന്നാണ് ശരിക്കും നമ്മളെ വെയിറ്റേജ് പറയുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞത്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും എന്നാൽ എളുപ്പമുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, 2 രീതിയിലും ചോദിച്ചിട്ടുണ്ട്. സോ ഒരു പ്രോപ്പർ വെയിറ്റേജ്, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ചോദ്യങ്ങൾ എന്തായാലും ഒരു എക്സാമിന് ചോദിക്കുമെന്നുള്ളത് JEE പോലൊരു എക്സാമിന് എന്താണ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു ജാനുവരി ഷിഫ്റ്റിൽ തന്നെ 6 or 7 പരീക്ഷകൾ കാണും. ആ 6 പരീക്ഷകളിലും ഇതിന്റെ വേരിയേഷൻസ് ഏറിയും കുറഞ്ഞു വരിക്കും. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ ഈ പ്രയോറിറ്റി ഓർഡറിലാണ് ചോദ്യങ്ങളുടെ എണ്ണം ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിസത്തിന് ശേഷം ഈ പറഞ്ഞ മെക്കാനിക്സിന് ചോദ്യങ്ങൾ വരും. അതിനുശേഷം
ആ ഒരു ഓർഡർ ആണ് ശരിക്കും അവിടെ ചോദ്യങ്ങളുടെ എണ്ണം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ എന്നാൽ പോലും ഒരു ട്രൂ JEE ആസ്പിരന്റ് ചെയ്യേണ്ടത് ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നതനുസരിച്ച് മാക്സിമം ഈ ചോദ്യങ്ങളിലോട്ട് എക്സ്പോസ്ഡ് ആവുക. എക്സ്പോസ്ഡ് ആയതിനു ശേഷം ഈ ഒരു പ്രയോറിറ്റി ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യുക, പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം സൈലത്തിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മെക്കാനിക്സിന്റെ ബേസിലാണ്. അപ്പൊ നമ്മൾ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ മെക്കാനിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മെക്കാനിക്സ് പഠിച്ചുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ മെക്കാനിക്സ് നമ്മൾ നേരെ പോകുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിലേക്കാണ്. കാരണം മെക്കാനിക്സിന്റെ ബേസിക്സ് ശരിക്കും എവിടെയുണ്ട്? ഇലക്ട്രോ ഡൈനാമിക്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് കണക്ട് ചെയ്തെടുക്കാൻ എന്താണ് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം യൂസ് ആക്കുക, അതിലെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഒരു ട്രൂ JEE ആസ്പിരന്റ് ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യേണ്ടത്. അതിപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആണെങ്കിൽ പോലും നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഞാൻ ഒന്നും കൂടെ അത് ഓർഡർ പറയാം. ഇലക്ട്രോ ഡൈനാമിക്സ്, മെക്കാനിക്സ്, അതിനുശേഷം ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ആൻഡ് അത് കഴിഞ്ഞുള്ള ബാക്കി ചാപ്റ്റേഴ്സ്. പക്ഷേ യൂണിറ്റ്സിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരിക്കണം. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇത് എല്ലാ ചാപ്റ്ററും പഠിക്കുമെങ്കിൽ പോലും റിവിഷൻ ഓർഡറിലൊക്കെ സമയത്ത്, എക്സാം റിവിഷൻ സമയത്തൊക്കെ അതിനൊരു ഓർഡർ പ്രയോറിറ്റി എന്ത് ചെയ്യുക? കൊടുക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ ഇതാക്കുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് സിംഗിൾ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിന് എണ്ണമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് എണ്ണത്തിനേക്കാളും പ്രയോറിറ്റി ആ ഒരു സെഗ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ക്ലസ്റ്റർ ഓഫ് ക്വസ്റ്റ്യൻസിനാണെന്ന് മനസ്സിലാക്കുക. ആ ക്ലസ്റ്റർ ഓഫ് ക്വസ്റ്റ്യൻസിനോട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഫൈനൽ ഇതെന്ന് പറയുന്നത്. സോ കാണാം പുതിയ വീഡിയോ ആയിട്ട്. താങ്ക് യു സോ മച്ച്.